Good morning, guys. This is Ben, and welcome to my channel English and Tech. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സൽ ആണ്. എക്സലിലെ വളരെ ഉപകാരമുള്ള ഒരു ഇഫ് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സൽ സിമ്പിൾ ഇഫ് ഫംഗ്ഷൻ. ഓക്കെ, എക്സലിലെ സിമ്പിൾ ഇഫ് ഫംഗ്ഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരാളുണ്ട്. അതാരാന്നറിയോ? അതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ട് വാല്യൂകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സിമ്പലുകൾക്കാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓപ്പറേറ്റേഴ്സ് ആർ സിമ്പിൾസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് എന്നാണ് ഡെഫിനിഷൻ. അതായത് നമുക്ക് ചില ഓപ്പറേഷനുകളൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന സിമ്പലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഡീഷൻ നടത്താൻ വേണ്ടി പ്ലസ് സിമ്പിൾ ഉപയോഗിക്കും, സബ്ട്രാക്ഷൻ നടത്താൻ വേണ്ടി മൈനസ് സിമ്പിൾ ഉപയോഗിക്കും, മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി മൾട്ടിപ്ലൈ സിമ്പിൾ ഉപയോഗിക്കും, ഡിവിഷൻ നടത്താൻ വേണ്ടി ഡിവൈഡഡ് ബൈ സിമ്പിൾ ഉപയോഗിക്കും. ആ സിമ്പിളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സിമ്പിളുകളാണല്ലോ, അല്ലേ? ആ സിമ്പിളുകളെ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതുപോലെ രണ്ട് വാല്യൂകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളുകളാണ് ഏത്? കമ്പാരിസൺ ഓപ്പറേറ്റർമാർ എന്ന് പറയുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. സിമ്പിളുകൾ മനസ്സിലായല്ലോ? ഇത് നമ്മുടെ കീബോർഡിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം. നോർമലി നമ്മൾ റൈറ്റ് സൈഡിലെ ഷിഫ്റ്റിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലുള്ള ഷിഫ്റ്റ് കീയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴാണ് ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100ൻ്റെ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും, അല്ലേ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാലോ അതിൽ 100ഉം കൂടി പെട്ടിട്ടുണ്ട്, അതായത് 100ഉം അതിൻ്റെ മുകളിലോട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലെസ് ദാൻ 100 എന്ന് പറയുന്നത് 100ൻ്റെ താഴെയാണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറയുന്നത് 100നേക്കാളും ചെറുതോ സമമോ ആണോ എന്നാണ്. ഇനി ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലേ? നോട്ട് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാലോ 100 അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എക്സലിൽ അല്ലെങ്കിൽ എവിടെ നമ്മൾ എന്ത് കണ്ടീഷൻ കമ്പയർ ചെയ്താലും നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രണ്ട് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഞാൻ A1 എന്ന് പറഞ്ഞ സെല്ല്, ഈ സെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബോർഡർ കൊടുത്തേക്കാം. A1 എന്ന് പറഞ്ഞ സെല്ലിൽ എനിക്കൊരു 200 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഞാനിവിടെ ഞാൻ പറയുന്നു ഈക്വൽ A1 ഗ്രേറ്റർ ദാൻ 100. എൻ്റെ ഒരു ചോദ്യമാണ്, A1ലുള്ള വാല്യൂ 100നേക്കാളും വലുതാണോ? അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ട്രൂ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? A1ൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ 100നേക്കാളും വലുതാണ്. ഓക്കെ, ഇനി ഇത് 100നേക്കാളും ചെറുതാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഫോൾസ് എന്നാണ് കാണിക്കുക. അതായത് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടീഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് രണ്ടിലൊരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. എന്താണത്? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സലിലെ ഈ ഫംഗ്ഷൻ ഇങ്ങനെയുള്ള ട്രൂ ഫോൾസ് വാല്യൂവിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു എക്സൽ ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മടിക്കണ്ട. ലെസൺ നിങ്ങൾക്ക് മനസ്സിലായാൽ താഴെ മനസ്സിലായി എന്ന് കമൻറ്റ് ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല, എന്താണ് മനസ്സിലാകാത്തത് എന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തീർച്ചയായും ആ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലിലോട്ട്, ഫേസ്ബുക്ക്, ട്വിറ്ററിലോട്ടൊക്കെ ഒന്ന് ഈ ലെസൺ ഷെയർ ചെയ്ത് വിട്ടേക്കണം. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അവർക്കും കൂടി എക്സൽ കുറിച്ച് പഠിച്ചിരിക്കാൻ വേണ്ടി നല്ലൊരു ഉപകാരം ചെയ്യല്ലോ. ഓക്കെ,
അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ലെസണിലോട്ട് പോകാം. ഇഫിലോട്ട്, ഇഫിൻ്റെ ഡെഫിനേഷൻ. ഇനി ഇഫ് എവിടെ ഉപയോഗിക്കുന്നത് ഞാൻ പറയാം. അതായത് നമ്മൾ പറയുന്നു നമുക്ക് ഈ വീക്കെൻഡിൽ മഴ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബീച്ചിലൊന്ന് നടക്കാൻ പോവാം. മഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു മൂവിക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എത്ര പ്ലാൻ ഉണ്ട് ഈ വീക്കെൻഡിലോട്ട്? 2 പ്ലാൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ബീച്ചും ഒന്ന് മൂവിയും. എന്തിനെ ബേസ് ചെയ്താതിരിക്കുന്നത്? മഴയെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലേ? മഴ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? അല്ല. മഴയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഊപ്പർവാല ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും 2 പ്ലാൻ ഉണ്ടാക്കും. അതായത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ചെയ്യണം. അതായത് 2 പ്ലാൻ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ എക്സൽ ലൈഫിലും വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ എക്സൽ ഷീറ്റ് ഉണ്ട്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നമുക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട്. ആ എക്സൽ ഷീറ്റിൽ നമ്മളോട് പറയുന്നു ഈ എന്താണ്, നമ്മുടെ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 5000-ൽ കൂടുതലാണ് അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു 5% ഡിസ്കൗണ്ട് കൊടുക്കണം. അല്ലാത്തവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണ്ട. അല്ലെങ്കിൽ അല്ലാത്തവർക്കൊരു 2% ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? 5000-ഓ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് 5% ഡിസ്കൗണ്ടും അതിൽ താഴെ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് 2% ഡിസ്കൗണ്ടുമാണ് നമുക്ക് കൊടുക്കുന്നത്. ഒരു 10,000 കസ്റ്റമേഴ്സ് വരുന്നൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കസ്റ്റമറിനെയും പോയിട്ട് ഇയാളുടെ 5000-ൽ കൂടുതലാണോ ഇത്ര എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് ചെയ്യാൻ പറ്റുമോ? മാനുവലി ചെയ്യുമ്പോൾ അത് ഒരുപാട് സമയവും മാനവറും എടുക്കും, അല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷനാണ് ഇത് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കിയോ. എ ലോജിക്കൽ ഫംഗ്ഷൻ ദാറ്റ് വർക്ക്സ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ ഫസ്റ്റ്. ആദ്യം ഇത് ആ കണ്ടീഷനെ ഒന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ആ കണ്ടീഷനനുസരിച്ചുള്ള റിസൾട്ട് എന്ത് ചെയ്യും? കാണിക്കും. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് യൂസേജിലോട്ട് പോവാം. കുറച്ച് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് വരും. വളരെ ഈസിയാണ് യൂസേജ്. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. എല്ലാ ഫംഗ്ഷനെയും പോലെ ഈ ഇഫും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സിമ്പിളിലാണ്. അപ്പോൾ ഈക്വൽ ഇഫ് എന്നിട്ട് നമ്മുടെ ബ്രാക്കറ്റിൽ നമ്മുടെ എന്ത് പറയുന്നു? കണ്ടീഷൻ പറയുന്നു. അതിനുശേഷം കോമ, കൊട്ടേഷനിൽ നമ്മൾ എന്ത് പറയണം? ട്രൂ വാല്യൂ പറയണം. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടീഷൻ ട്രൂ എന്നാണ് പറയുന്നതെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് ട്രൂ വാല്യൂ. ഇനി ആ കണ്ടീഷൻ ഫോൾസ് എന്നാണ് പറയുന്നതെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഫോൾസ് വാല്യൂ. അപ്പോൾ എക്സൽ നോർമലി എന്താ ചെയ്യുക? എക്സൽ നമ്മുടെ കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യും, കണ്ടീഷനെ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ കണ്ടീഷൻ ട്രൂ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്താണോ എഴുതിയേക്കുന്നത് ആ ഏരിയ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ എന്താണോ എഴുതിയേക്കുന്നത് ആ കണ്ടീഷൻ ആ ഒരു റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ട്രൂ ആണെങ്കിൽ ഫോൾസ് പാർട്ട് അത് ചെക്ക് ചെയ്യത്തില്ല, ഫോൾസ് ആണെങ്കിൽ ട്രൂ പാർട്ട് അത് നോക്കില്ല, നേരെ ഫോൾസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ എക്സാമ്പിൾ 1-ൽ ഇവിടെ സ്റ്റുഡൻറ്റ് നെയിമും ടോട്ടൽ മാർക്കും റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഓൾ ദ സ്റ്റുഡൻസ് ദോസ് ഹു ഗോട്ട് മോർ ദാൻ 150 ആർ പാസ്ഡ്, അതേഴ്സ് ആർ ഫെയിൽഡ്. അതായത് 150 മാർക്കിൽ കൂടുതൽ ടോട്ടൽ മാർക്ക് കിട്ടിയേക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ എന്തായിട്ടുണ്ട്? പാസ്സായിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്തായിട്ടുണ്ട്? ഫെയിൽ ആയിട്ടുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ടോട്ടൽ മാർക്ക്, എവിടെയാണ് ടോട്ടൽ മാർക്ക് ഇരിക്കുന്നത്? ദാണ്ട് ഇവിടെ. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താ? മോർ ദാൻ 150. ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 150 ആണോ? അതാണ് എൻ്റെ കണ്ടീഷൻ. കണ്ടീഷൻ കഴിഞ്ഞ ഉടനെ കോമ ഇടണം. അപ്പോൾ കോമ ഇട്ടു. എന്നിട്ട് കൊട്ടേഷനിൽ എഴുതണം കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് പാസ്ഡ് എന്നാണ്, കോമ അല്ലെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് ഫെയിൽഡ് എന്നാണ്. കറക്റ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫിൻ്റെ കണ്ടീഷൻ. ഇത് ട്രൂ വാല്യൂ, ഇത് ഫോൾസ് വാല്യൂ. അപ്പോൾ ആദ്യം തന്നെ ഇഫ് എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും.
ഈ കണ്ടീഷൻ ട്രൂ എന്നാണ് പറയുന്നതെങ്കിൽ പുള്ളി എന്ത് കാണിക്കും? പാസ്റ്റ് എന്ന് കാണിക്കും. ഫോൾസ് എന്നാണ് പറയുന്നതെങ്കിൽ പുള്ളി ഫെയിൽഡ് എന്നാണ്. നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റർ അടിച്ചപ്പോൾ ഫെയിൽഡ്. കാരണം എന്താണ്? ഇവിടെ 149 ആണ്, അതായത് 1 മാർക്കിന് തോറ്റുപോയ ഒരു ഹതഭാഗ്യൻ അല്ലെങ്കിൽ ഹതഭാഗ്യ. കറക്റ്റ്. 150 ആയിരുന്നു പാസ്സാവാനുള്ള മാർക്ക്. ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കാം. ഈക്വൽ അടിക്കുന്നു, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ടോട്ടൽ മാർക്കിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് പറയുന്നു ഗ്രേറ്റർ ദാൻ 150 ആണെങ്കിൽ കോമ എന്ത് ചെയ്യും? പാസ്ഡ് ആവണം, അല്ലെങ്കിൽ കോമ ഫെയിൽഡ് ആവണം. ഓക്കെ, കറക്റ്റ്, ഈസി. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ പാസ്ഡ് ആണ്, കാരണം അയാൾക്ക് 250 മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിപ്പം 1000 കുട്ടികൾക്കുണ്ടെങ്കിൽ 1000 കുട്ടികൾക്കും ഇങ്ങനെ കോമ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എഴുതണോ? വേണ്ട. നമ്മൾ ഫസ്റ്റ് ലെസണിൽ, സമ്മിൻ്റെ ലെസണിൽ, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെസണിൽ ഇവിടെ ഒരു മാജിക് ഡോട്ടിനെ പറ്റി പഠിച്ചില്ലായിരുന്നു. അതായത് നമ്മുടെ റിസൾട്ട് ഫില്ല് ചെയ്യാനുള്ള. അതേ പിടിച്ച് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആര് ചെയ്തോളും? എക്സൽ ചെയ്തോളും. ആകെ ഒരേ ഒരു ഫോർമുല, ഈ ഫംഗ്ഷൻ നമ്മൾ തെറ്റില്ലാതെ എന്ത് ചെയ്യണം? ചെയ്യണം. ഇനി നമുക്കിതിൽ രണ്ടാമതുണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ആകുന്ന ആളിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഞാൻ 150 കൊടുത്തപ്പോൾ അയാൾ ഫെയിൽഡ് തന്നെയാണ്, കാരണം ഗ്രേറ്റർ ദാൻ 150 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 150 ആകുന്ന ആളെ നമുക്ക് പാസ്സാക്കണമെങ്കിലോ ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 എന്നാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആണെങ്കിൽ എന്തായിരിക്കും? അയാൾ പാസ്ഡ് ആയിരിക്കും. കറക്റ്റ്. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 2-ൽ ഇവിടെ എംപ്ലോയി നെയിം, സർവീസ് ഇൻ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എംപ്ലോയിയുടെ പേരും എത്ര വർഷമായിട്ട് ആ എംപ്ലോയി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ഗ്രേഡാണ്. ഗ്രേഡ് ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അതിൽ കൂടുതലോ 5 or more ഇയേഴ്സ് ആണെങ്കിൽ അയാളെ നമുക്ക് സീനിയർ എംപ്ലോയി എന്ന് വിളിക്കണം. അല്ലാത്തവരൊക്കെ എന്ത് വിളിക്കണം? ജൂനിയർ എംപ്ലോയി എന്ന് വിളിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈക്വൽസ് ഇഫ് സർവീസ് ഇൻ ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ദെൻ അയാൾ എന്താണ്? സീനിയറാണ്. അല്ലെങ്കിൽ ആ എംപ്ലോയി എന്താണ്? ജൂനിയർ എംപ്ലോയി ആണ്. ഓക്കെ, ഇയാൾ സീനിയറാണ്. അപ്പോൾ നമുക്ക് ഇത് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്കെ, അപ്പോൾ നമുക്ക് സീനിയറിനെയും ജൂനിയറിനെയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് വെച്ചിട്ട്, അല്ലേ? ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം നമുക്ക്. എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 പറയുന്നത്, എക്സാമ്പിൾ 3-ൽ ചെറിയൊരു പുതിയ കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് ഇതുവരെ എക്സാമ്പിൾ 1-ൽ നമ്മൾ കമ്പയർ ചെയ്തത് ഒരു സെൽ വിത്ത് എ വാല്യൂ ആയിരുന്നു. അതായത് C5 എന്ന് പറഞ്ഞ സെല്ലിനെ നമ്മൾ 150 ആയിട്ട് കമ്പയർ ചെയ്തു. എക്സാമ്പിൾ 2-ൽ ഒരു സെൽ വിത്ത് എ വാല്യൂ ആയിരുന്നു, C5-നെ നമ്മൾ 5 ആയിട്ട് കമ്പയർ ചെയ്തു, അല്ലേ? ഇനി എക്സാമ്പിൾ 3-ൽ നോക്കി എന്താ പ്രോബ്ലം? ഗ്രോത്ത് ഇഫ് Q2 സെയിൽ ഈസ് മോർ ദാൻ Q1 സെയിൽ. Q2-ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സെയില് Q1-ലെ സെയിലിനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റാറ്റസ് നമുക്ക് കാണിക്കേണ്ടത് ഗ്രോത്ത് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഡൗൺ എന്നോ അല്ലെങ്കിൽ ഡിക്രീസ് എന്നോ കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്നത് ഈക്വൽസ് ഇഫ് Q2-ലെ സെയില് ഗ്രേറ്റർ ദാൻ Q1 ആണെങ്കിൽ. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ബിറ്റ്വീൻ 2 സെല്ലുകളാണ്. നേരത്തെ നമ്മൾ കമ്പാരിസൺ ബിറ്റ്വീൻ ഒരു സെല്ലും ഒരു വാല്യൂ ആയിരുന്നു. ഇവിടെ കമ്പാരിസൺ ബിറ്റ്വീൻ 2 സെല്ലാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇഫ് ഉപയോഗിച്ചിട്ട് കമ്പയർ എ സെൽ വിത്ത് വാല്യൂ അല്ല, കമ്പയർ എ സെൽ വിത്ത് സെല്ലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ? ഗ്രോത്ത് ആണ്. GROWTH ഗ്രോത്ത്, അല്ലെങ്കിൽ ഡിക്രീസ്. ഈ കോമ കൊട്ടേഷൻ ഒന്നും ഇടാൻ മറക്കരുത്, അത് മറന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഡിക്രീസ്, ഗ്രോത്ത് എല്ലാം കാണിച്ചു. ഓക്കെ, ഫൈൻ, ഈസി ഈസി ഈസി. ഓക്കെ, അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വളരെ ഈസി അല്ലേ? ഇഫിൻ്റെ ലെസൺ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇഫിൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം, ഇഫിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, പിന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻ വൺ ആഫ്റ്റർ ദ അതർ എങ്ങനെ ചെയ്യാം, നെസ്റ്റഡ് ഇഫ് എങ്ങനെ ചെയ്യാം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ സിമ്പിൾ ഇഫിൻ്റെ ഡ്രോബാക്ക് എന്താണ്? സിമ്പിൾ ഇഫിൽ ഒരു കണ്ടീഷൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിൾ ഇഫിൽ ഒറ്റ ഒരു കണ്ടീഷൻ മാത്രമേ പറ്റുള്ളൂ. കണ്ടീഷൻ്റെ സ്പെല്ലിംഗ് തെറ്റാണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ സിമ്പിൾ ഇഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് നമുക്ക് നെസ്റ്റഡ് ഇഫ് ഉണ്ട്, അല്ലെങ്കിൽ ആൻഡ് ഓർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ 2 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ എങ്ങനെ നമുക്ക് എക്സലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ അതുവരെ ഇപ്പോൾ സിമ്പിൾ ഇഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ സിമ്പിൾ ഇഫ് നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത ലെസൺ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യണം, കാണണം, കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ലെസണിലോട്ട് പോകാൻ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബെൻ സൈനിങ് ഓഫ്. ബൈ ബൈ.